എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ നമ്മുടെ മണിക്കുഞ്ഞുങ്ങളൊക്കെ വലുതായി. ഇവർ പതുക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അമ്മ പുറത്തേക്ക് വരുമ്പോൾ അമ്മയുടെ കൂടെ ഇവരും പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവർക്ക് അമ്മയുടെ പാല് വളരെ കുറവാണ് ഇപ്പോൾ ഉള്ളത്. അമ്മ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ പാല് കൊടുക്കണുള്ളൂ. അപ്പോൾ നമ്മൾ ഇവർക്കൊന്ന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ പാല് തന്നെ കുടിച്ചു തുടങ്ങുമെന്ന് നോക്കാം. അങ്ങനെ പാല് കുടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ബുക്ക് ചെയ്തവർക്ക് ഓരോരുത്തർക്ക് കൊടുത്തു വിടാമെന്ന് കരുതിയിട്ടാണ്. അവർ സ്വയം പാല് കുടിച്ചു തുടങ്ങാൻ വരെ നമ്മൾ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ 3 ആഴ്ച കഴിഞ്ഞു, 1 മാസം ആവാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ പാല് വെച്ച് കൊടുക്കണം കേട്ടോ. അവർ കുടിക്കുമെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. എല്ലാവരും നന്നായി പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. പാല് ആദ്യം കൊടുന്ന് വെച്ചപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അവർ അതിൻ്റെ അടുത്തേക്ക് വന്നിടുന്നില്ല. പിന്നെ ഞങ്ങൾ പിടിച്ച് അരിയത്ത് കൊടുന്ന് ഇരുത്തിയപ്പോൾ ഇത് അവർ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ തീർന്നു തുടങ്ങി. കൊടുന്ന് വയ്ക്കുമ്പോഴേക്കും തീർന്നു തുടങ്ങി. എല്ലാവർക്കും കിട്ടിയിട്ടില്ല. ഒരാളിതാ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പാലെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചുകൂടി വിളിക്കാം കേട്ടോ. വന്നിട്ടുണ്ട് കേട്ടോ. അത് പാല് ചൂടാക്കി തിളപ്പിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ ചൂടുണ്ട്. അപ്പോൾ അവർ കുടിച്ച് കഴിഞ്ഞു. മണിക്കുട്ടി അവിടെ നോക്കി കിടക്കുന്നുണ്ട്. അവരങ്ങോട്ട് പോകും. ചൂടുണ്ട്. മാറി നിൽക്ക്. ചെറിയ ചൂടുണ്ട് കേട്ടോ അവർക്ക്. അതവർ ഈ ബ്ലാക്ക് പതുക്കെ കുടിക്കുന്നത്. ചെറിയ ചൂടുണ്ട്, എന്നാലും ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അവർ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവർ സ്വയം ഫീഡിങ് തുടങ്ങിയപ്പോൾ സെൽഫ് ഫീഡിങ് തുടങ്ങി. അപ്പോൾ ഇനി കൊടുത്തയക്കുന്നവർക്ക് അവിടെ പാല് നിങ്ങൾക്ക് കൊടുക്കാം അവർക്ക് കേട്ടോ. ആദ്യം പാലിൻ്റെ കൊടുക്കുള്ളൂ, പിന്നെ അവരുടെ ചെറിയ ഫുഡുകൾ കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ ഇനി ട്രാൻസ്പോർട്ട് കമ്പനീനായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഏതൊക്കെ റൂട്ടുകളിലേക്ക് എന്നൊക്കെ പോകണമെന്നുള്ള വിവരങ്ങളൊക്കെ അറിയണം. അതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്തവർക്കൊക്കെ കൊടുത്ത് വിട്ട് തുടങ്ങാം കേട്ടോ. ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട എല്ലാവരുമായിട്ടും. ഇവന് മതിയായിരുന്നുകൊണ്ട് അവൻ അതങ്ങോട്ട് തിരിച്ചു പോന്നു. അവൻ സ്വയം തിരിച്ചു പോകുന്നതാട്ടോ. അവൻ തിരിച്ചു പോകുന്ന ആൾ വീണ്ടും പാലിൻ്റെ അവിടേക്ക് തന്നെ വന്നിട്ട് പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വയറൊക്കെ നിറഞ്ഞൊന്നുമുണ്ട് അവരുടെ. കുറച്ചധികം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം കൊടുന്ന് ഒഴിച്ചില്ലേ. അവർക്ക് മതിയായിട്ടുണ്ട്. അവർ നിർത്തിയിട്ട് പിന്നെ എനിക്കൊക്കെ പോകാൻ തുടങ്ങി ചിലവരൊക്കെ. അപ്പോൾ പാല് ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് തുടച്ചു കൊടുക്കാം. പിന്നെ അവരിപ്പോൾ കിടക്കണോടത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ടൊക്കെയാണ് മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. മറ്റേതൊക്കെ കിടക്കണോടത്ത് തന്നെ അവർ മൂത്രമൊഴിച്ചിടുന്നത്. ഇപ്പോൾ പതുക്കെ അവർ പുറത്തേക്ക് വന്നിട്ടൊക്കെ മൂത്രമൊഴിക്കണത് കേട്ടോ. എന്താ അപ്പോൾ ഇന്നേക്ക് ഇവർക്ക് ശരിക്ക് 24 ദിവസമായിട്ടുണ്ട് കേട്ടോ. 24 ദിവസമായി. ഇനിയിപ്പോൾ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും അവർ സ്വയമായിട്ട് എല്ലാം കഴിച്ചു തുടങ്ങും. ഇപ്പോൾ ഇത് പാലിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്. ഇനി സ്വയമായിട്ട് എല്ലാം കഴിച്ചു തുടങ്ങും കേട്ടോ. അവർക്കൊക്കെ മതിയായി ഉണ്ട് എല്ലാവർക്കും. ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകുന്നുണ്ട്. ഇതാ നമ്മുടെ ക്യൂട്ടി മോള് കൂടെ നടക്കുന്ന, അവൾക്ക് മൂത്രമൊഴിക്കാനൊന്നും ഉണ്ട്. അവളിങ്ങനെ പരതി നടക്കുന്നുണ്ട്. അവരിപ്പോൾ കിടക്കണോടത്തൊന്നും മൂത്രമൊഴിക്കില്ല. ഒക്കെ പുറത്തിങ്ങോട്ടൊക്കെ വന്നിട്ടാണ് മൂത്രമൊഴിക്കുന്നത്. മണിക്കുട്ടി ഇതൊക്കെ നോക്കി കിടക്കുന്നുണ്ട്. അവൾ വിചാരിക്കുന്നുണ്ട് എന്തായി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് ബാക്കിയൊരു തുള്ളിയുണ്ട്. അത് ഞാൻ മണിക്കുട്ടിക്ക് കൊടുക്കുകയാണ്. മതി. മണിക്കുട്ടി ഇപ്പം അങ്ങനെ കുട്ടികൾക്ക് തീരെ പാല് കൊടുക്കണില്ല കേട്ടോ. അവൾക്ക് പാലില്ലാതെയായതാണോ അതോ ഇനി അവൾക്ക് വേദനയായിട്ടാണോ അതോ വേറെ എന്തെങ്കിലും ഇറിറ്റേഷൻ ആണോ എന്ന് അറിയില്ല. അവളിപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് പാല് കൊടുക്കണില്ല. കുട്ടികൾ അടുത്തേക്ക് വരുമ്പോൾ അവൾ ഓടിപ്പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ പാല് കൊടുത്തു തുടങ്ങി കേട്ടോ. ഇത്രയും പാല് കുടിച്ചിട്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് ചെല്ലണം. അവൾക്കത് ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയെന്നുണ്ട് ഇവർ വരുമ്പോഴേ. ഇതപ്പോൾ ഇവരൊക്കെ മൂത്രമൊഴിക്കാനൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നു കേട്ടോ. ഒരാൾ മൂത്രമൊഴിക്കുന്നുണ്ട്. വെള്ളക്കുട്ടി അവിടെ ഇരുന്ന് മൂത്രമൊഴിക്കാനായിട്ട് അവൾ മൂത്രമൊഴിച്ചു. മറ്റോ അങ്ങോട്ട് പോകുന്നു. അവരൊക്കെ മൂത്രമൊഴിക്കാനൊക്കെയാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അവർ സ്ഥലങ്ങളൊക്കെ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല എല്ലാവരും ആ കാടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ചെടികളിലേക്ക് ഉള്ളിലേക്കാണ് പോകുന്നത്. 2 ആൾ അമ്മയുടെ മേത്ത് കയറിയിട്ടുണ്ട്. 2-3 ആൾ അങ്ങനെ കുത്തിപ്പിടിച്ച് കയറിയിട്ട് ഒരാൾ അവിടേക്ക് ഉറങ്ങാൻ പോയിട്ടാ. അവർ കിടന്ന് ഉറങ്ങുന്ന സ്ഥലത്തേക്ക് ഒരാൾ ഉറങ്ങാൻ പോകുന്നു. പാല് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം ഉറങ്ങണം. ഗ്യാപ്പിൽ ചെന്ന് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് കിടന്നു. അപ്പോൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ. കാരണം പാല് കുടിച്ചു കഴിഞ്ഞാൽ അവർ അപ്പം ഉറങ്ങും കുറേ നേരം.
നല്ലൊരു ഗ്യാപ്പ് നോക്കി പോവാണ്, ഉറങ്ങാൻ പറ്റിയൊരു ഗ്യാപ്പ് നോക്കുകയാണ്. ഏതിൻ്റെങ്കിലൊക്കെ ഉള്ളിൽ ചെന്ന് കിടക്കുവനി. ആ തുണിയുടെ ഉള്ളിൽ കിടക്കാനുള്ള പരിപാടി ഞാൻ തോന്നുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ കൊടുത്ത പാല് കുടിച്ചിട്ടും ഇതപ്പോൾ അമ്മയുടെ അമ്മയത്ത് കയറുന്നുണ്ട് കേട്ടോ. അവരെല്ലാവരും 4 ആൾ വന്ന് കയറി. 4 ആൾ കയറിയിട്ടുണ്ട്. ഒരാൾ ഇപ്പോൾ അവിടെ ഉറങ്ങാൻ പോയിട്ടുണ്ട്. 2 ആൾ ഇവിടെ നടക്കണം പിന്നിൽ. അവർ അപ്പിടാനൊക്കെ ഉള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഒരു വൈറ്റും ഒരു ബ്ലാക്കും. അവർ 2 ആളും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അവൾ സ്ഥലം അന്വേഷിച്ച് നടന്ന് അവൾ ആദ്യം മൂത്രം ഒഴിച്ച് പിന്നെ അവിടെ അപ്പിയിട്ടു കേട്ടോ. ഇനിയിപ്പോൾ അവളിങ്ങോട്ട് തിരിച്ചു പോരും. അപ്പോൾ അപ്പിയിടാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കായിരുന്നു അവർ. ഇവിടെ നിന്നൊക്കെ കുറച്ച് ദൂരേക്ക് വന്നിട്ടാണ് ഇപ്പോൾ അവർ അപ്പിയിടുന്നത് കേട്ടോ. അവരൊക്കെ കുറച്ച് ബുദ്ധി വെച്ചവർക്ക് മെച്ചേർഡായി തുടങ്ങി. അതാണ് കിടക്കണോടത്ത് ഇപ്പോൾ മൂത്രം ഒഴിക്കണമില്ല, അപ്പിയിടണമില്ല. ചിലർക്കൊക്കെ എല്ലാവർക്കും ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അവർ. അപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി അവരുടെ കൂട്ടിലേക്ക് അവർ കിടക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി കിടത്താമെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മുടെ 3 കുട്ടികളെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേപോലെയുള്ളവരെ ഇവർ 3 ആളും കേട്ടോ. ഏകദേശം 3 ആളും ഒരേപോലെയുള്ളത്. 3 ആളും ആൺകുട്ടികളാണ്. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി ബുക്കഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ അടുത്ത ആഴ്ചയായിട്ട് കൊടുത്ത് വിട്ട് തുടങ്ങും കേട്ടോ. പിന്നെ ഒരു പെൺകുട്ടി അവിടെ നടക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത്. പിന്നെ ഒരാളിത് കാലിൻ്റെ ചുവട്ടിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നടക്കാൻ പേടിയാണ്. നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ അവർ വന്നിരിക്കുന്നുണ്ടാവും. നമ്മൾ താഴേക്ക് നോക്കിയിട്ട് വേണം നടക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അവർ നമ്മുടെ കാലിൻ്റെ അടിയിൽ മുണ്ടിൻ്റെ ഉള്ളിലൊക്കെ വന്നിരിക്കുകയാണ്. 2 ആൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, അവൻ്റെ മേത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്, അടിക്കാൻ വരികയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനി ഓരോരുത്തരായിട്ട് കൊടുത്തു തുടങ്ങും. ഇപ്പോൾ 7 ആളുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ പിടിക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കൊടുക്കുന്നത് നമുക്ക് വീഡിയോ പിടിക്കാം. ഞങ്ങൾ കൊടുക്കുന്നതിൻ്റെ വീഡിയോസ് എടുക്കാം, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ. അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കമൻറ്റുകളൊക്കെ വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ ലൈവിൽ എല്ലാവരും സജീവമായി പങ്കെടുക്കാം. എല്ലാ ദിവസമൊന്നും ലൈവ് ഇടാൻ പറ്റാറില്ല, എങ്കിലും വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അതുപോലെ ആരെങ്കിലും അൺസബ്സ്ക്രൈബ് ആയിട്ടുണ്ട് അറിയാതെ വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അവളവിടെ കിടന്ന് ഉറക്കമായിട്ടാ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ പാലുകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ അവരവരുടെ പ്ലേസിൽ വന്ന് ഉറങ്ങാൻ കിടന്ന് തുടങ്ങിയിട്ടാ. 2 ആളിതാ അവിടെ ഉറങ്ങാൻ കിടന്നു. ഇപ്പോൾ 3 ആൾ എൻ്റെ കയ്യിലുണ്ട്. അവരെ ഞാൻ കൊണ്ട് വെച്ചു കൊടുക്കട്ടെ. ഇനി 2 ആളും ഇവിടെ ഉണ്ട്. ഇപ്പം എല്ലാവരും വയറ് നല്ലോണം നിറഞ്ഞിട്ടുണ്ട് പാല് കുടിച്ചിട്ട്. ഇനിയിപ്പോൾ അവരവിടെ കിടന്ന് ഉറങ്ങൂട്ടാ. നല്ല ക്ഷീണമായിട്ടുണ്ട് അവർക്ക് പാലൊക്കെ കുടിച്ചിട്ട്. കുറച്ച് നേരം അവർ എല്ലാവരും കിടന്നുറങ്ങും. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ. കുറച്ച് നേരം കളിക്കും അവർ. അത് കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങുക കേട്ടോ. കളി തുടങ്ങിയിട്ടുണ്ട്. ആ കളി കഴിഞ്ഞ് അങ്ങനെ കിടക്കും. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങും അവർ.